നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിറ്റിസൺ റിപ്പോർട്ടർ 2014 ആദ്യ റൗണ്ട് മത്സരങ്ങളാണ് വേദിയിൽ പുരോഗമിക്കുന്നത്. 3 മത്സരങ്ങളാണ് മത്സരാർത്ഥികൾ പങ്കെടുക്കുക. ഇൻസ്റ്റന്റ് റിപ്പോർട്ടിങ്ങും റീഡിങ്ങും അതുപോലെ തന്നെ ലൈവ് റിപ്പോർട്ടിങ്ങും. ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ് എന്നാൽ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണുകയും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. സാധാരണക്കാരൻ്റെ വാർത്താരചനയ്ക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ജ്ഞാനവും വിവേകവുമൊക്കെ പകർന്നു നൽകുക എന്നതാണ് ഇൻസ്റ്റന്റ് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. വാർത്താ അവതരണവും വാർത്താ റിപ്പോർട്ടിങ്ങും ആഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല. അവർക്ക് ഒരു അവസരവും ആണ് ഈ മത്സരം. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്മാരെ പരിചയപ്പെടാം. ഹരീഷ് പി കടയപ്പുറത്ത്, നമ്മുടെ പാനൽ ജഡ്ജായ ശ്രീമതി റാണി നികേഷ്, നമ്മുടെ 2 ജഡ്ജിമാർക്കൊപ്പം ഇന്ന് മറ്റൊരു അതിഥി ജഡ്ജി കൂടി എത്തിയിട്ടുണ്ട്, ശ്രീ എൻ മാധവൻകുട്ടി. അദ്ദേഹം ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസിലും അതുപോലെ ഇപ്പോൾ ദേശാഭിമാനിയിലും മുതിർന്ന മാധ്യമപ്രവർത്തകനായി ജോലി നോക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ വ്യക്തമായ ധാരണയും ഉൾക്കാഴ്ചയുമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഇന്നിവിടെ സെലിബ്രിറ്റി ജഡ്ജായി കിട്ടിയതിൽ സിറ്റിസൺ റിപ്പോർട്ടർ 2014 അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രേക്ഷകരും സന്തോഷിക്കുന്നു എന്നറിയാം. അദ്ദേഹത്തെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെയാണ്. മത്സരാർത്ഥികൾ 3 പേരാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ ഇവിടെ എത്തുന്നത്. ആദ്യം വേദിയിലേക്ക് വരുന്നു ശ്രീ ഫ്രാൻസിസ് ജോൺ. ഫ്രാൻസിസ് ജോൺ 64-കാരനായ ഫ്രാൻസിസ് ജോൺ കളമശ്ശേരി സ്വദേശിയാണ്. ടയർ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഫ്രാൻസിസ് പൊതുപ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. സോഷ്യൽ ടെക്നിക്കൽ കോളേജിൽ നിന്ന് ഡിപ്ലോമ നേടിയ ഫ്രാൻസിസ് ജോൺ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ടെലിവിഷൻ ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഫ്രാൻസിസ് ജോണിന് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. ഫ്രാൻസിസ് ജോൺ, അതെ, എന്ത് തോന്നുന്നു മത്സരവേദിയിൽ നിൽക്കുമ്പോൾ? ഒരു അപൂർവ സന്ദർഭം വീണ് കിട്ടിയതുപോലെ തോന്നുന്നു. നമ്മുടെ മത്സരങ്ങളുടെ രീതികളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു മത്സരം പറഞ്ഞാൽ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാരാണ്? ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഒന്ന് മോക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. നമ്മുടെ കൂടെയുള്ള കാഴ്ചക്കാരും മത്സരാർത്ഥികളുമായ സ്നേഹിതർ ചോദ്യം ചോദിക്കും, മറുപടി പറയണം. പറയാം. മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഉമ്മൻചാണ്ടി, ഒരു സംശയം. ഞങ്ങൾ പല മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഈ മുടി ഇല്ലാതെ ഷർട്ടൊന്നും തേക്കാതെ ഈ ബഹളത്തിൽ ഇങ്ങനെ ഓടിപ്പോകുന്നൊരു മുഖ്യമന്ത്രി അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ നടന്നുകൂടെ? എന്തിനാ ഇങ്ങനെ ഈ ബഹളത്തിൽ ഓടിയിട്ട് ഞങ്ങളാരും ഇവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ ഭാവന മാത്രമാണ്. ഫ്രാൻസിസ് ജോൺ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ മോക്ക് ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ട് തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ഉമ്മൻചാണ്ടി തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ഉമ്മൻചാണ്ടി തന്നെയാണ് ഉത്തരം പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ മറ്റു മത്സരങ്ങൾ നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മത്സരാർത്ഥിയായ 65-കാരനായ ഫ്രാൻസിസ് ജോണിനെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത വേദിയിലെത്തുന്നു അജയ് എസ് കുമാർ. അജയ് എസ് കുമാർ തിരുവനന്തപുരം കൊടുങ്ങാനൂർ സ്വദേശിയാണ്. 18-കാരനായ അജയ് എസ് കുമാർ പഠനത്തിനൊപ്പം പ്രാദേശിക പത്രപ്രവർത്തനവും നടത്തുന്ന അജയ് പത്രപംക്തികളിൽ നിറഞ്ഞു നിൽക്കുന്ന മികച്ച വ്യക്തിത്വത്തിന് ഉടമയാണ്. നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള അജയ് ഇപ്പോൾ ബികോം വിദ്യാർത്ഥിയാണ്. അജയ് എസ് കുമാറിന് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. അജയ് എസ് കുമാർ, ഈ സിറ്റിസൺ റിപ്പോർട്ടർ എന്ന മത്സരത്തിലൂടെ അജയ് എസ് കുമാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ലക്ഷ്യം വെക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിലൂടെ? ഒരുപാട് ന്യൂസ് ഞാൻ ഓൾറെഡി പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി നല്ല ന്യൂസ്, കുറച്ചും കൂടി പവർഫുള്ളായിട്ട് കാണേണ്ടവർ, അധികാരികൾ കണ്ണു തുറന്ന് കാണാനൊരു വേദി സിറ്റിസൺ റിപ്പോർട്ടറാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തതും ഇവിടെ നിൽക്കുന്നത്. ഇനി മത്സരവേദിയിലെത്തുന്നു രജനി. രജനി കെ കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ വീട്ടമ്മയാണ് രജനി. +2 കഴിഞ്ഞ രജനി പാചകമാണ് വിനോദമായി സ്വീകരിച്ചത്. യാത്രകളും ഇഷ്ടപ്പെടുന്നു. 30-കാരിയായ രജനിയുടെ ആദ്യ മത്സരവേദിയാണ് സിറ്റിസൺ റിപ്പോർട്ടർ. രജനിക്ക് സിറ്റിസൺ റിപ്പോർട്ടർ 2014 സ്വാഗതം. രജനി കോഴിക്കോട് നിന്ന് വരുന്നു. മത്സരവേദിയിലെത്തുമ്പോൾ ടെൻഷനുണ്ടോ? തീർച്ചയായിട്ടും. സിറ്റിസൺ റിപ്പോർട്ടറാകാനാണ് ആഗ്രഹം. അതെ. പാചകമാണ് ഇഷ്ട വിനോദം. അതെ. വാർത്തകൾ പാചകം ചെയ്യും. തീർച്ചയായും പ്രതീക്ഷിക്കാം.
പെട്ടെന്നൊരു വിഭവം പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പി പറയാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മലബാറുകാർ ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ തിരുവിതാംകൂറുകാർ ചെയ്യുന്ന പാചകം, വ്യത്യാസമുണ്ട്. മലബാറിലെ ദം ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു. അല്ല, ബിരിയാണി അല്ല, നമ്മൾ വെജാണ്. വെജാണ്. എന്നാൽ വെജ് ബിരിയാണി എന്തൊക്കെ? വെജ് ബിരിയാണിയിൽ നമ്മൾ ബീൻസ്, ഗ്രീൻ പീസ്, കസ്കസ് എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാകുക. അരിയൊന്നും വേണ്ട? അരി വേണോ? അരി വേണം, ഡാൽഡ വേണം, നെയ്യ് വേണം. മത്സരാർത്ഥികൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മത്സരങ്ങൾ തുടങ്ങുകയായി. ആദ്യം ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ്. മത്സരാർത്ഥി എത്തുന്നു, ഫ്രാൻസിസ് ജോൺ. DFK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ജയലളിതയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തിനെതിരെ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചു. ജയലളിതയ്ക്കെതിരെ സാമ്പത്തിക അഴിമതി നടത്തിയതിന് പരാതി കൊടുത്തത് BJPയിലെ സുബ്രഹ്മണ്യ സ്വാമിയാണ്. 18 കൊല്ലം മുമ്പാണ് ഈ പരാതി കൊടുത്തത്. 18 കൊല്ലത്തിന് ശേഷമാണ് വിധി വന്നത്. ഈ വിധിയെ തുടർന്നാണ് തമിഴ്നാട്ടിൽ അതിക്രമങ്ങളും പല സംഭവവികാസങ്ങളും അരങ്ങേറിയത്. 1991 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അനധികൃത സ്വത്ത് സമ്പാദിച്ചത് ലണ്ടനിൽ 2 വൻ കൊട്ടാരങ്ങളും തമിഴ്നാട്ടിൽ 14 വൻ കൊട്ടാരം പോലെ സാദൃശ്യമുള്ള കെട്ടിടങ്ങളും 28 കിലോ സ്വർണവും 7500 സാരികളും 800 കിലോ വെള്ളിയും അതുപോലെ 3000 ഏക്കർ സ്ഥലം തമിഴ്നാട്ടിൽ വാങ്ങിക്കൂട്ടി. ഇതിനെതിരായാണ് സുബ്രഹ്മണ്യ സ്വാമി കർണാടക ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. കേസ് ഫയൽ ചെയ്ത് വിധി വന്നത് 18 വർഷക്കാലത്തിന് ശേഷമാണ്. വിധി വന്ന ഇന്ന് തമിഴ്നാട്ടിൽ DMK ആരാധകർ തെരുവിലിറങ്ങി അക്രമം കാണിക്കുകയാണ്. ഈ അക്രമത്തിൽ പല വാഹനങ്ങളും കത്തിക്കുകയും കടകമ്പോളങ്ങൾ തല്ലിത്തകർക്കുകയും DMK-കാരെ കൊല ചെയ്യുകയും ഇവിടെ തെരുവീതികളിൽ ഒരു മാനസിക നില തെറ്റിയ ജനക്കൂട്ടത്തെ പോലെയാണ് തമിഴ്നാട് മക്കൾ ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് സിറ്റിസൺ റിപ്പോർട്ടർ ഫ്രാൻസിസ് ജോൺ. ജ്ഞാനപ്പാനയിൽ ഇങ്ങനെ പറയും, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന്. അതുപോലെ ജയലളിത മാളിക മുകളിലായിരുന്നു, ഇപ്പോൾ കൽത്തുറുങ്കിലുമായി, ഇല്ലേ? ആദ്യം ഹരീഷേട്ടൻ തന്നെ പറയൂ. ആദ്യമായിട്ട് ഈ പ്രായത്തിലും ചേട്ടൻ ഈ സിറ്റിസൺ റിപ്പോർട്ടർ ആവാൻ വേണ്ടി വന്ന് ആ ഒരു ഊർജത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു പെർഫോമൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം രാഷ്ട്രീയക്കാരനും പിന്നീട് അല്പം റിപ്പോർട്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും ഈ വേദിയിൽ മെച്ചപ്പെടുത്തി സിറ്റിസൺ റിപ്പോർട്ടർ ആകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാണ് ആശംസ. താങ്ക് യു. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പാനൽ ജഡ്ജ് ഫ്രാൻസിസ് ചേട്ടാ, എന്തുകൊണ്ടാണ് വിധി പറയാൻ മറന്നു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയത്? പ്രായം 65 അത് മാത്രമാണോ? ജയലളിതയുടെ കടുത്ത ആരാധകനല്ലേ? പറയേണ്ടതായിരുന്നു, തോന്നിയതാണ്, വിട്ടുപോയി. 50കളിൽ അല്ലേ സിനിമാ പ്രേക്ഷകൻ? MGR, ജയലളിത. ഞാൻ ഒരു MGR ജയലളിത ആരാധകനായിരുന്നു. ആ പടം വരുമ്പോൾ ഇടിച്ചു കയറി സിനിമ കാണുന്ന ആളാണ്. പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ബോധ്യമായല്ലോ ഈ സംഭവത്തോടെ. 18 വർഷം പഠിച്ച പണി 18ഉം പാറ്റിയിട്ടു.
ഒന്നും നടന്നില്ല അല്ലേ? ഒരു 20 വർഷം മുൻപാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് വന്നേനെ. അതിനും ഒരു 20 വർഷം മുൻപാണ് കുറച്ചുകൂടെ നല്ല സ്പീഡ് വന്നേനെ. അതുകൊണ്ട് നമുക്കത് പരിഗണിക്കാൻ അത് പ്രശ്നമല്ല. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിൻ്റെ അഭിപ്രായം മാധവൻകുട്ടി സാർ. ഫ്രാൻസിസ് ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റുക നമ്മൾ ഒരു പ്രായക്കാരാണ്. എൻ്റെ പോലെ പത്രപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ പുലിറ്റ്സർ പ്രൈസ് അടക്കം ഫ്രാൻസിസ് ചേട്ടനെ കിട്ടിയ റാണി സമാനമായിട്ടുള്ള ജയലളിത കാറിൽ ജയിലിലേക്ക് അവർ പിന്നെ തിരിച്ചു വരില്ല അല്ലേ? അതാണ് ആദ്യത്തെ ഷോട്ട്. കണ്ടില്ലേ? കൊടിവെച്ച കാറിൽ നമ്മുടെ ബീക്കൺ ലൈറ്റിൽ ഒരു ഇരുണ്ട മറയ്ക്ക് വിട്ടി ജയലളിത എന്ന അടക്കി വാഴുന്ന രാജ്ഞി നേരെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാറിൽ പതുക്കെ പോകും. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചൊരിക്കലും വരില്ല എന്നുള്ളത് നമുക്കറിയാം. അതാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വൈകാരിക സന്ദർഭം അത് പത്രപ്രവർത്തകർ മുതലെടുക്കണം നല്ല അർത്ഥത്തിൽ. അടുത്ത റൗണ്ടിൽ ലൈവ് വരുമ്പോൾ ഇത് പ്രയോഗിച്ചു നോക്കുക. അപ്പോൾ തന്നെ ഒഴുക്ക് കിട്ടും. രാഷ്ട്രീയ പത്രപ്രവർത്തകനായ ഫ്രാൻസിസ് സാധിക്കും. താങ്ക് യു. ഈ അധ്യായത്തിലെ ആദ്യ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഒരു മത്സരാർത്ഥിയുടെ മത്സരം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫ്രാൻസിസ് ജോണിന്റെ ഇൻസ്റ്റന്റ് റിപ്പോർട്ടിംഗ്. ഇനിയുമുണ്ട് ഈ അധ്യായത്തിൽ 2 മത്സരങ്ങളും 2 മത്സരാർത്ഥികളും. നമസ്കാരം, സിറ്റിസൺ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തടഞ്ഞ സംഭവത്തിലുള്ള ഇടുക്കി എം പി ജോയ്സ് ജോർജിനെതിരെ പോലീസ് കേസ്. ജോയ്സിനും കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും അടിമാലി പോലീസ് കേസെടുത്തു. റോയ് കെ പൗലോസിനെതിരെ ജോയ്സിന്റെ പരാതി. വയനാട് വൈത്തിരിയിലുള്ള റിസോർട്ട് പുഴ പുറമ്പോക്ക് കയ്യേറിയതിന്റെ കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടിന് അഭിഭാഷക കമ്മീഷനും കയ്യേറ്റം നടന്നതായി കണ്ടെത്തി. റിപ്പോർട്ടർ അന്വേഷണം. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രീജ ശ്രീധരൻ. റിപ്പോർട്ടറോട് പിന്തുണച്ചെല്ലാം നന്ദി. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ നേട്ടം ടീമിന്റെ ഒത്തൊരുമയുടെ ഫലമാണെന്ന് ഹോക്കി താരം ശ്രീജേഷ്. മെഡൽ നേടാനായതിനുള്ള സന്തോഷമെന്ന് OP ജയ്ഷ. സംസ്ഥാനത്തെ ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ വിശ്വാസികൾ രംഗത്ത് വരണമെന്ന് മതപണ്ഡിതർ. പ്രധാന വാർത്തകൾ. IS തീവ്രവാദികൾക്ക് പാക് താലിബാൻ പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്കൻ സൈനിക സഖ്യത്തിനെതിരെ ഒന്നിച്ച് നിൽക്കണമെന്ന് പാക് താലിബാൻ. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ചേരുന്നു. അജയ്, എന്തൊക്കെയാണ് അവിടുത്തെ? രജനി, IS ഭീകരർക്ക് പാക് താലിബാൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു പ്രമുഖ വാർത്താ ഏജൻസിക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിലാണ് IS പാക് താലിബാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിൽ പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ISന്റെ ഭീകരർ തങ്ങളുടെയും ശത്രുക്കളാണെന്നും അവരുടെ പ്രവർത്തനത്തിൽ തങ്ങൾ സംതൃപ്തരാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ താലിബാന്റെ അനുയായികളെ ISന് വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് പാക് താലിബാൻ അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതോടെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന പാക് താലിബാൻ ISന് പിന്തുണ നൽകുന്നതോടെ ദക്ഷിണേഷ്യൻ മേഖലയിലേക്ക് ISന്റെ കടന്നുകയറ്റം എളുപ്പമാകും എന്നാണ് കരുതപ്പെടുന്നത്. ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അജയ്? രജനി, വളരെ ആശങ്കയോടെ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇത് നോക്കിക്കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഖ്വയ്ദയും ISന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പോൾ താലിബാനും. ഭീകരതയുടെ ആഗോള മുഖം മാറുകയാണ്. ഈ 3 ഭീകര സംഘടനകൾ ചേരുമ്പോഴുള്ള സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രജനി, നന്ദി അജയ്. കൂടുതൽ ബുള്ളറ്റിൻ വരും വാർത്തകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വായിച്ചോ? ഇല്ല. ടെൻഷൻ അടിച്ചോ? വായിക്കാൻ ടെൻഷൻ അടിച്ചില്ല. പ്രോംപ്റ്റ് ഒന്ന് ന്യൂസ് വേഗം കയറിയിട്ട് പോയി. പിന്നെ സ്ക്രീനിൽ നോക്കിയപ്പോൾ വേറെയാണ് കാണുന്നത്. രണ്ടും മാറിപ്പോയി. പിന്നെ സ്ക്രീനിൽ വിഷ്വൽ കഴിഞ്ഞിട്ട് വീണ്ടും വായിച്ചല്ലോ. അപ്പോൾ പിന്നെ വിഷ്വൽ കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് വായിച്ചു. അത് കഴിഞ്ഞല്ലോ, പിന്നെ ഏതായാലും വായിച്ചോളാം.
ആ ആത്മധൈര്യത്തെയും ഏതായാലും കഴിഞ്ഞു പോയി. ആ ഒരു പ്രാക്ടിക്കൽ മൈൻഡിനെയും അഭിനന്ദിക്കുന്നു. അജയ്, ആദ്യ റിപ്പോർട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവം തന്നെയായിരുന്നു. നല്ല അനുഭവമായിരുന്നു. എല്ലാം പറയാൻ കഴിഞ്ഞു, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം. എക്സലൻറ്റ് എന്നല്ല, എന്നാലും മാക്സിമം ഫസ്റ്റ് ടൈമിലൊരു പ്രകടനം കാഴ്ചവെച്ചെന്ന് തോന്നുന്നു. രജനിയുടെയും അജയ് എസ് കുമാറിൻ്റെയും പെർഫോമൻസുകൾക്ക് ജഡ്ജിമാർ നൽകുന്ന വിലയിരുത്തലുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ എന്താണെന്ന് അറിയാം. കാത്തിരിക്കുക. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ട് 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം രജനിയുടെ വാർത്ത അവതരണം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അല്ലേ? രജനി കോഴിക്കോടുകാരി, ഒരു തനി നാടൻ വീട്ടമ്മ അല്ലേ? അതെ. ഈ വാർത്ത കാണുമ്പോൾ കേരളത്തിലുള്ള മറ്റ് വാർത്ത വായിക്കാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാർക്ക് ഇവിടെ വന്ന് വായിക്കണം എന്നാണോ തോന്നിയത്, അതോ അയ്യോ ഞങ്ങൾ ഈ പണിക്ക് ഇല്ലേ എന്നാണോ തോന്നിയത്? ഇല്ലയെന്ന് തോന്നിയിരിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ പ്രധാന കാരണം എന്താ? ഞാൻ കുറച്ച് സ്ട്രെക്കായി, പിന്നെ വായിച്ചത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നിരന്തരമായി TV കണ്ട് ഓരോ വായനക്കാരനും വായിക്കുന്ന ഇത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ രജനിക്ക് നന്നാവാൻ പറ്റും. ഇനി ഹരീഷ് ഏട്ടനോട് ചോദിക്കാം. അജയ് എസ് കുമാറിൻ്റെ റിപ്പോർട്ടിങ്ങും രജനിയുടെ വാർത്താ അവതരണവും ഒക്കെ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ അല്ലേ ലൈവ് റിപ്പോർട്ടിങ്ങിൽ ഒക്കെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു ആദ്യത്തെ ഒരു ശ്രമം എന്നുള്ള രീതിയിൽ അത് വളരെ നന്നായിട്ട് ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. പിന്നെ രജനി നമ്മുടെ വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ആ ധൈര്യമുണ്ടല്ലോ, ധൈര്യപൂർവ്വം അടുക്കള അടച്ചുപൂട്ടി ഇറങ്ങി സിറ്റിസൺ റിപ്പോർട്ടർ ആവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഇതെല്ലാ വീട്ടമ്മമാർക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു സാർ രജനിയുടെ വാർത്താ അവതരണവും അജയുടെ റിപ്പോർട്ടിങ്ങും? വളരെ ആഹ്ലാദകരമായിരുന്നു, ഉന്മേഷകരമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വാക്ക് എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മളെക്കാളും മിടുക്കന്മാരും മിടുക്കിക്കാരും ഉണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്, നിങ്ങളുടെ രണ്ടുപേരുടെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. രജനി, അജയ് രണ്ടുപേർക്കും നല്ല കമൻറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാർക്കറിയാം. സാറിൻ്റെ സമപ്രായക്കാരനായ ഈ സിറ്റിസൺ റിപ്പോർട്ടർക്ക് എത്ര മാർക്ക് നൽകും? ഇതിന് ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ അതിവേഗം താഴ്ത്തിറക്കണമെന്നുള്ള രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നു. പക്ഷെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഉമ്മൻചാണ്ടി. താങ്കളുടെ ഉത്സാഹത്തിന് തന്നെ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഞാൻ 70 മാർക്ക് തരും. താങ്ക് യു. ഹരീഷ് ചേട്ടാ? ഫ്രാൻസ് ചേട്ടന് ഞാൻ ആ സിറ്റിസൺ റിപ്പോർട്ടറുടെ മുൻപേ സീനിയർ എന്നുകൂടെ ചേർത്തിട്ട് സീനിയർ സിറ്റിസൺ റിപ്പോർട്ടർ എന്ന് ചേർത്തിട്ട് ഒരു 3 മാർക്ക് അധികം തരുന്നുണ്ട്. 73. താങ്ക് യു. ഹരീഷ് പറഞ്ഞതുപോലെ ഞാനും 73 തന്നെ. താങ്ക് യു. സാർ രജനിക്ക് എത്ര മാർക്ക് ഉണ്ടാവും? ഫസ്റ്റ് ക്ലാസ് തന്നെയുണ്ട്, 60%. ഞാനും ധൈര്യത്തെ കൂടി ആത്മവിശ്വാസത്തെ കൂടി മാനിച്ചുകൊണ്ട് 60 മാർക്ക്. രജനി ധൈര്യത്തോടെ വന്ന് വായിച്ചതിന് ഞാൻ 64 മാർക്ക് തരും. അജയ് എസ് കുമാർ, ലൈവ് റിപ്പോർട്ടിംഗ് എത്ര മാർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ? സന്തോഷത്തോടെ സ്വീകരിക്കും. ഓക്കെ സാർ. എളിമ, അതെ, ആവശ്യമില്ല. 70 മാർക്ക്. ഞാനും അജയന് 70 മാർക്കാണ്. അജയ് 70. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.